ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. ഇനി താരസംഘടനകളുടെ നിലപാട്, സിനിമാ മേഖലയിലെ മറ്റ് സംഘടനകൾ എന്ത് നിലപാട് ഈ നടനെതിരെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കോടതി വെറുതെ വിട്ടതോടെ ദിലീപിനെ തിരിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ് സിനിമാ സംഘടനകൾ. തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം ചേർന്നിരിക്കുന്നു. അമ്മ മകനെ തിരിച്ചെടുക്കുമോ? അപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതോടെ ദിലീപിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരിച്ചെടുക്കും. ദിലീപ് കത്ത് നൽകിയാൽ തുടർ നടപടികൾ എല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബി രാകേഷ് പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. ഞങ്ങളെ സംബന്ധിച്ചൊരു നല്ല വിധിയാണ്, കോടതി വിധിയാണ് വന്നിരിക്കുന്നത്. കാര്യം കുറ്റക്കാരെ ശിക്ഷിക്കപ്പെട്ടു, അവർക്ക് നല്ല ശിക്ഷ കിട്ടണമെന്നുള്ളത് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം. അതിനകത്ത് നിരപരാധി എന്ന് ഞങ്ങളും കരുതിയിരുന്ന ആൾ നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തി. അതും നല്ല കാര്യമാണ്. ആ സമയത്ത് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു സിനിമ നിർമ്മിച്ചു. ആ നിർമ്മിച്ച സമയത്ത് താൽക്കാലിക മെമ്പർഷിപ്പ് കൊടുത്ത് തിരിച്ചെടുക്കുകയുണ്ടായി. ഇനിയിപ്പോൾ അസോസിയേഷൻ്റെ മീറ്റിംഗ് കൂടുമ്പോൾ അദ്ദേഹം ആപ്ലിക്കേഷൻ തന്നാൽ തിരിച്ചെടുക്കും. താരസംഘടന അമ്മയിലും അടിയന്തര യോഗം ചേർന്നു. എന്നാൽ വിധിയിൽ പ്രസിഡന്റ് ശ്വേത മേനോനോ കുക്കു പരമേശ്വരനോ പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല. അതേസമയം അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയായിരുന്നു WCC. നിയമ പോരാട്ടം തുടരുമെന്നും അംഗങ്ങൾ പറഞ്ഞു. ഇനി സിനിമാ മേഖലയിൽ ഈ വിഷയം എങ്ങനെയാണ് ചർച്ചയാകുന്നത് എന്നുള്ള വിശകലനത്തിലേക്കാണ് സഹിൻ ആന്റണി നമുക്കിപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സഹിൻ, ഇപ്പോൾ ഈ സംഘടനകളുടെ നിലപാടുകളാണ് നമ്മൾ കേട്ടത്. ദിലീപ് ഒരു കത്ത് നൽകിയാൽ തിരിച്ചെടുക്കാൻ തയ്യാറാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നു. അമ്മ യോഗം ചേർന്നു. പക്ഷേ ഈ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കൂട്ടാക്കിയാൽ എന്താണ് അമ്മ അടുത്തതായി എടുക്കുന്ന നിലപാട് എന്നുള്ളത് അറിയണം. ഒപ്പം തന്നെ മറ്റ് സിനിമാ സംഘടനകൾ. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും താരത്തിന്റെ സിനിമാ ഭാവി? സേതു, 2017 സെപ്റ്റംബർ മാസത്തിൽ ഈ ഫെബ്രുവരി മാസത്തിൽ ഈ നടി പീഡനത്തിന് ഇരയാകുന്നു. അതിനുശേഷം ദിലീപ് 2018 ജൂലൈ 10 അറസ്റ്റിലാകുന്നു. ആ സമയത്ത് തന്നെയായിരുന്നു ഇയാളുടെ രാമലീല എന്ന് പറയുന്ന ചിത്രം പുറത്തിറങ്ങുന്നത്. അത് വലിയ ഹിറ്റായിരുന്നു. പക്ഷേ പിന്നീട് ദിലീപ് നിർമ്മിക്കുകയും അഭിനയിക്കുകയും എല്ലാം ചെയ്ത ചിത്രങ്ങൾ വൻ ഫ്ലോപ്പായി മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് 8 വർഷത്തോളം ദിലീപിൻ്റെ ഒരു ഹിറ്റ് ചിത്രം പോലും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അദ്ദേഹം വീണ്ടും കുറ്റവിമുക്തനായി രംഗത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സിനിമാ സംഘടനകൾ ഇത് 2 തട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. WCC അടക്കമുള്ള അംഗങ്ങൾ ഇപ്പോഴും അവൾക്കൊപ്പം എന്നുള്ള ഹാഷ്ടാഗുമായി അതിജീവിതയ്ക്ക് വേണ്ടി പൊരുതാൻ തയ്യാറായി നിൽക്കുന്നു. മറ്റൊരിടത്ത് ദിലീപിനെ അനുകൂലിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പോലെയുള്ള സംഘടനകൾ ദിലീപിന് മെമ്പർഷിപ്പ് നൽകി സിനിമയിൽ അദ്ദേഹത്തെ വീണ്ടും സജീവമായി അദ്ദേഹത്തെ കൊണ്ടുവരണമെന്നുള്ളൊരു ആവശ്യവുമായി മുന്നോട്ട് നിൽക്കുന്നു. ഇതിൽ 2ലും പെടാതെ അമ്മ, താരസംഘടനയായ അമ്മ ഇതിൽ 2ലും പെടാതെ ഞങ്ങൾ സമദൂരം അല്ലെങ്കിൽ ഇതിൽ 2ലുമല്ല എന്നുള്ളൊരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും താരസംഘടനയായ അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറയേണ്ടതായി വരും. മുൻപ് പൃഥ്വിരാജ്, ഒപ്പം തന്നെ ആസിഫ് അലി അടക്കമുള്ള ആളുകൾ വലിയ പ്രതിഷേധം ദിലീപിനെതിരെ ഉയർത്തിയത് കൊണ്ട് മാത്രമാണ് ദിലീപിനെ താരസംഘടനയിൽ നിന്നും പുറത്താക്കിയിരുന്നത്. ഇപ്പോൾ ദിലീപ് കുറ്റവിമുക്തനായി പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ദിലീപിനെ തിരിച്ചെടുക്കേണ്ടതായി വരും. അങ്ങനെ വരികയാണെങ്കിൽ ആരെല്ലാമായിരിക്കും അതിനെ എതിർക്കുന്നത്, ആരെല്ലാമായിരിക്കും അതിനെ അനുകൂലിക്കുന്നത് എന്നുള്ളതും ഇവിടെ നോക്കിക്കാണേണ്ടി വരും. എന്തായാലും ദിലീപ് താരസംഘടനയിലേക്ക് തിരികെ എത്തുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഭൂരിഭാഗം അംഗങ്ങളും ഇപ്പോഴും ദിലീപിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ നമുക്കറിയാം താരസംഘടന കൃത്യമായ നിലപാട് പല കാര്യങ്ങൾക്കും എടുക്കാറില്ല. പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെയുള്ള നടക്കുന്ന അതിക്രമങ്ങളിലൊക്കെ കൃത്യമായ നിലപാട് പറയാത്തൊരു സംഘടന എന്നുള്ളത് തന്നെയാണ് അമ്മയെക്കുറിച്ച് പലപ്പോഴും പ്രതികരണം നമ്മൾ കേട്ടതല്ലേ ഉള്ളൂ സഹിൻ. ഇപ്പം വ്യക്തിപരമായ സന്തോഷം എന്നാണ് ലക്ഷ്മിപ്രിയ അടക്കമുള്ള താരങ്ങളൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഈ WCC ഈ വിഷയത്തിൽ അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തുടർ നടപടികളുമായി നിയമ പോരാട്ടം തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ WCCയുടെ നിലപാടെന്താണ് ഈ വിഷയത്തിൽ? സ്വാഭാവികമായും WCC ഇതിനെതിരായിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ അവർക്ക് ആർക്കും പിന്നീട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിലേക്ക് WCCയിലുള്ള മുഴുവൻ താരങ്ങളെയും ഒതുക്കുന്ന ഒരു സമീപനം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഘടനയിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടതായി വരുന്നു. പക്ഷേ അപ്പോഴും അവർ ആ ബുദ്ധിമുട്ടിനോടൊപ്പം നിന്നുകൊണ്ട് ഈ പറയുന്ന അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. മാത്രമല്ല തങ്ങൾ കരിയർ പോലും നഷ്ടമായി
അപകടകരമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളൊരു സമീപനം തന്നെയാണ് ഈ സ്ത്രീകൾ ഒട്ടുമിക്കവരും കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ WCC ഇതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കില്ല. ഒരുപക്ഷെ ഇതിൽ അവസാന ഘട്ടം വരെയും പൊരുതാൻ അവർ തയ്യാറായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് അവർ ഇന്നും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. അതിജീവിതയ്ക്കൊപ്പം, അവളോടൊപ്പം എന്നെല്ലാം ഹാഷ്ടാഗോടുകൂടി അവരുടെ നിലപാട് കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം താരസംഘടന അദ്ദേഹത്തെ തിരിച്ചെടുക്കുമായിരിക്കും. പക്ഷേ WCC പോലെയുള്ള സംഘടനകൾ അദ്ദേഹത്തിനെതിരായി എന്നും നിലകൊള്ളുമെന്ന് നമ്മൾക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയും. സേതു.